എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ഹോം ഷെഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വെജ് ഫ്രൈഡ് റൈസാണ്. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ഇതിനായിട്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ 1 കപ്പ്, ബീൻസ് ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ 1.25 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത്. നമുക്കിനി അരി വേവിക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. അരിയുടെ ഇരട്ടി വെള്ളം വേണം എടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര്, 2 ഏലക്ക, 2 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഇത് തുറന്നു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് സവോള, ക്യാരറ്റ്, ബീൻസ് ഇവയിട്ട് വഴറ്റിയെടുക്കാം. ഇതിനായിട്ടൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിട്ട് വഴറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഇളക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് അരി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ അരിയുടെ വെള്ളം വറ്റാറായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും അരിയിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ സെർവ് ചെയ്യുക. 2 പേർക്കുള്ള ഫ്രൈഡ് റൈസാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഹോം ഷെഫ്. ഇനി പുതിയൊരു വിഭവമായി വരുന്നത് വരെ